നമസ്കാരം. എൻ്റെ പഞ്ചായത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പഞ്ചായത്ത് എന്ന യൂട്യൂബ് ചാനൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇവർക്കെല്ലാം തന്നെ ഏറെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും ഡീറ്റെയിൽ ചെയ്യുന്ന പങ്ക്തിയാണ് ആദ്യമായിട്ടുള്ളത്. സർക്കാർ ഉത്തരവുകൾ, സർക്കുലറുകൾ അത് ഡീറ്റെയിൽ ചെയ്ത് അവതരിപ്പിക്കുന്നതിലൂടെ ബോർഡ് മീറ്റിങ്ങുകളിൽ ജനപ്രതിനിധികൾക്ക് കൃത്യമായി കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും അത് ചർച്ച ചെയ്യാനും സാഹചര്യമൊരുക്കുന്നു. 2 എന്ന് പറയുന്നത് എൻ്റെ വാർഡ് എൻ്റെ നാട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ തന്നെ കൗൺസിലർമാരൊക്കെ തന്നെയും മികച്ച പ്രവർത്തനങ്ങൾ, വ്യത്യസ്തവും അതുപോലെ തന്നെ ജനോപകാരവുമായ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് പൊതു സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളത് കാണുന്നു. അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഷൂട്ട് ചെയ്ത് അയച്ചു തരിക, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് നല്ല രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്ത് ഈ ചാനലിലൂടെ കാണിക്കുന്നതും അത് മറ്റുള്ളവർക്ക് ഏറെ പ്രചോദനകരമാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുമാണ്. എൻ്റെ വാർഡ് എൻ്റെ നാട്. സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് പോലും ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചൊക്യാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പർ ശ്രീ KP കുമാരൻ. തൻ്റെ വാർഡിലെ വ്യത്യസ്ത മേഖലയിൽ ജോലിക്ക് പോകുന്ന 15ഓളം സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകിയിരിക്കുകയാണ് ശ്രീ KP കുമാരൻ്റെ നേതൃത്വത്തിലുള്ള 2ാം വാർഡ് വികസന സമിതി. കാണാം. സ്വയം തൊഴിൽ കണ്ടെത്തുന്ന വനിതകൾക്ക് പകുതി പൈസ നൽകിക്കൊണ്ട് ഡ്രൈവിംഗ് പരിശീലനവും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസും എടുത്തു കൊടുക്കുന്നൊരു പദ്ധതി വെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വയം തൊഴിൽ കണ്ടെത്തിയ, അതായത് സൈക്കിൾ അത്യാവശ്യമുള്ള യാത്ര ചെയ്യാനും സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതകൾക്കാണ് ഞങ്ങൾ ഈ സ്കൂട്ടർ പദ്ധതി വെച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതായത് ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്താൽ ആ ഗുണഭോക്താവിന് 5000 രൂപ, ആദ്യം അടക്കേണ്ട 5000 രൂപ ഞങ്ങൾ കൊടുക്കും. പിന്നെ ബാക്കി അവർക്ക് ലോൺ ഇട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. നമ്മളുടെ നിത്യവരുമാനമുണ്ടാക്കുന്ന വനിതകൾക്ക് ഒരു കൈത്താങ് എന്ന ഒരു പദ്ധതി പ്രകാരമാണ് ഞങ്ങൾ ഈ 15 വണ്ടികൾ ഇവർക്ക് ഇന്ന് സന്തോഷപൂർവ്വം കൈമാറുകയാണ്. മൂന്നാമതായിട്ട് ചോദിച്ചറിയാം നാട്ടുവിശേഷങ്ങൾ എന്ന ഒരു പാർട്ടാണ്. അതിൽ ഞങ്ങൾ പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലർ ചെയർമാൻമാർ, കോർപ്പറേഷൻ ചെയർമാൻ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവരെയൊക്കെ തന്നെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് അവരോടുമായിട്ട് നടത്തുന്ന ഒരു മുഖാമുഖ പരിപാടിയാണ്. അവരുടെ നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളുമൊക്കെ തന്നെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഈ ചാനലിലൂടെ അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. എൻ്റെ പഞ്ചായത്ത് യൂട്യൂബ് ചാനൽ സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ മുതിർന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുകളിൽ ഒരാളായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM കുട്ടികൃഷ്ണൻ അവർകളാണ്. ചടങ്ങിലേക്ക് എൻ്റെ പഞ്ചായത്ത് എന്ന ഈ യൂട്യൂബ് ചാനലിലെ പ്രധാന പാർട്ടായിട്ടുള്ള ചോദിച്ചറിയാം നാട്ടുവിശേഷങ്ങൾ, അതിലെ ഇന്ന് നമ്മൾ ചോദിച്ചറിയുന്നത് പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM കുട്ടികൃഷ്ണൻ്റെയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും പഞ്ചായത്തിലെ വിശേഷങ്ങളുമാണ്. അതിലേക്ക് കിടക്കാം. പ്രസിഡന്റ്, നമ്മളിപ്പം നമ്മളെ കാലാവധി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായിട്ട് 3.5 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ, ഇത്രയും കാലത്തതിന് ശേഷം കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ജീവിതത്തിൽ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. ഏതാണ്ട് അരനൂറ്റാണ്ടിൽ അധികമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പ്രവർത്തനം കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള പൊതുപ്രവർത്തനത്തിന് സഹായകമായി എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിട്ട് എനിക്കത് ഒരു പുതിയ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സമയക്രമങ്ങളിലൊക്കെ തന്നെ സമയക്രമങ്ങളും ഞാൻ പാലിക്കുന്ന കാര്യത്തിൽ വളരെ നേരത്തെ കൃത്യത പാലിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടി വിളിക്കുന്ന കമ്മിറ്റികളിലോ പൊതുയോഗങ്ങളിലോ ഒക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ ശീലിച്ചു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ടൈം കൃത്യമായി പാലിക്കുന്ന ഒരു കൂടുതലാണ് ഞാൻ നേരത്തെ. അതിപ്പോൾ തുടരുന്നതിന് എനിക്ക് പ്രത്യേകിച്ചൊരു പ്രയാസങ്ങളുമില്ല. ഇപ്പോൾ നമ്മളൊരു ഡ്രീം പ്രൊജക്റ്റ്, ഇനി നമുക്ക് നമ്മളെ കാലാവധി എന്ന് പറയുന്നത് ഏതാണ്ട് 1.25 വർഷമാണുള്ളത്. അപ്പോൾ പ്രസിഡന്റിൻ്റെയും ഈ ഭരണസമിതിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സംഗതി അതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയാൻ നമ്മൾ പനങ്ങാട് പഞ്ചായത്തിൽ ആദ്യമായി തന്നെ നമ്മൾ ആലോചിച്ചത് നൂറുകണക്കായ അഭ്യസ്തവിദ്യരായ ആളുകൾ നമ്മുടെ പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലുണ്ട്.
ആ അഭ്യസ്ത വിദ്യരായ ആളുകളെ നമ്മൾ ആദ്യമായി തന്നെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്തതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് അനുയോജ്യമായ ഏതെങ്കിലും തൊഴിൽ സന്ദർഭങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആളുകൾ എടുക്കാൻ വേണ്ടി കഴിയും. അതിനുശേഷം നമ്മൾ നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന NITയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് ഈ KSMുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ആരംഭിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. KSMുമായി ഒരു ചർച്ച കഴിഞ്ഞു. അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ് നമ്മൾ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് NITയുമായുള്ള MOU ഒപ്പുവെക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ചർച്ച കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് NITയിൽ വെച്ച് നടന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഒരു വലിയ സംഭവമായിട്ട് മാറാൻ വേണ്ടി പോകും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന നിലയ്ക്ക് സൂചിപ്പിക്കുക. പേര് ഇട്ടിട്ടില്ല. നമ്മൾ കിനാലൂർ നോളജ് വില്ലേജ് എന്ന രീതിയിലാണ് അതിനിപ്പോൾ പേര് കൊടുത്തിട്ടുള്ളത്. കാരണം കിനാലൂരാണ് ഇത് നടത്തുന്നത്. KSIDCയുടെ കൈവശം ഉണ്ടായിരുന്ന സ്ഥലം 1 ഏക്കർ നമ്മൾ വാങ്ങിച്ച് 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ച് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മളിത് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. വായന വാരാചരണമാണ് ഇപ്പം. അപ്പോൾ ഇഷ്ടപ്പെട്ട പുസ്തകം, എഴുത്തുകാരൻ, ഇതൊക്കെ ഏതൊക്കെയായിരുന്നു? ഇഷ്ടപ്പെട്ട എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ചെറുകാടിൻ്റെ പുസ്തകങ്ങളായിരുന്നു ഞാൻ നേരത്തെ വായിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല എഴുത്തുകാരും, മുട്ടത്ത് വർക്കിയുടെ ചില നോവലുകൾ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. അതുപോലെ സ്കൂളിൽ പോകുന്ന കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത് ഡിറ്റക്റ്റീവ് നോവലുകളാണ്. ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ച് തീർക്കാനുള്ള വലിയൊരു ആകാംക്ഷയാണ്. കാരണം ഓരോ അധ്യായം കഴിയുമ്പോഴും അടുത്തത് എന്തായിരിക്കും എന്ന് തോന്നാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഡിറ്റക്റ്റീവ് നോവലാകുമ്പോൾ. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ അതാണ് കൂടുതൽ വായിച്ചത്. പിന്നീട് പൊതുരംഗത്ത് വന്ന സമയത്താണ് മറ്റ് ലോക ചരിത്രത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ മഹത്തായ തകഴിയെ പോലുള്ള ചെറുകാടിനെ പോലുള്ള ആളുകളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചത്. 100 പുസ്തകം എൻ്റെ വീട്ടിലുണ്ട്. പനങ്ങാട് നോർത്തുള്ള വായനശാലയ്ക്ക് ഒട്ടേറെ പുസ്തകം സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ കൃത്യാന്തര ബാഹുല്യം കൊണ്ട് വായിക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. തിരിച്ച് നമ്മൾ പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം പദ്ധതി പൂർത്തീകരണവുമായിട്ട് പുതിയ പദ്ധതികൾക്ക് നമ്മൾ രൂപം കൊടുക്കുകയാണ്. ഈ വർഷം നമ്മുടേതായ പുതിയ പദ്ധതികൾക്ക് എന്തെങ്കിലും നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടോ? പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതി അതിൻ്റെ കൃത്യമായ ചില ഇന്ന കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് എന്ന് അതിൻ്റെ ഒരു ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് മോഡിഫൈ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മൾ സാധാരണ ശ്രമിക്കാറുണ്ട്. പനങ്ങാട് പഞ്ചായത്തിൽ നേരത്തെ ഉണ്ട്. ഇത്തവണയും നമ്മൾ അത്തരത്തിലുള്ള ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഇത്തവണ നമ്മൾ കൊടുത്തൊരു പ്രധാനപ്പെട്ട പദ്ധതി വയോജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയും ജനകീയ ആസൂത്രണത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇത്തവണ നമ്മൾ വയോജനങ്ങൾക്ക്, അതായത് വീടുകളിൽ പുറത്തൊന്നും ബന്ധപ്പെടാൻ കഴിയാതെ വീടുകളിൽ മാത്രം കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് റേഡിയോ സ്വന്തമായി ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അവരെ മുറിയിലേക്ക് ആരും പോകുന്നില്ല, അവർക്ക് ലോകത്തെപ്പറ്റി അറിയുന്നില്ല, അവർക്കൊന്നും കഴിയുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു റേഡിയോ നമ്മൾ കൊടുക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ DPC അംഗീകാരം ലഭിച്ചിട്ടില്ല. നമ്മൾ സംസ്ഥാന കോർഡിനേഷന് അത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊരു പുതിയ പദ്ധതിയായിരിക്കും വയോജനങ്ങളുടെ കാര്യത്തിൽ. 2 വാക്ക് ചാനലിനെ കുറിച്ച് പറയാം. സോഷ്യൽ മീഡിയ വലിയ രൂപത്തിൽ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ പഞ്ചായത്ത് എന്ന ഒരു പേര് ഇതിന് ചെയ്തത് തന്നെ ഏറ്റവും അനുയോജ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ എൻ്റെ പഞ്ചായത്ത് എന്നാണല്ലോ നാമകരണം ചെയ്തത്. അത് ഏറ്റവും അനുയോജ്യമായൊരു പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പേര് നിർദ്ദേശിച്ച ആ പേര് ഇതിന് ലഭിച്ചിട്ടുള്ളത് വളരെ നല്ല കാര്യമായി എനിക്ക് തോന്നുകയാണ്. പൊതുവെ ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം സഹായകമാവും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചോദിച്ചറിയാൻ നാട്ടുവിശേഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്തരം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സമയക്കുറവ് മൂലം ചുരുക്കി ഇനി അടുത്ത പഞ്ചായത്തിലേക്ക് പോവുകയാണ്. ഞാൻ RC സിജു, കോഴിക്കോട് ജില്ലയിലെ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഈ ചാനൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ രീതിയിൽ ഞങ്ങളത് അവതരിപ്പിക്കും. എല്ലാവിധ പിന്തുണയും ഈ ചാനലിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോട് നിങ്ങൾ ഈ വിവരം പറയുക. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെയും ഈ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.